ഒരപേക്ഷയുള്ളൂ. എന്റെ വീട് വരെ ജേടം വരരുത്. അടുത്തുള്ള വഴി കൊണ്ടേലും എന്നെ ഇറക്കി വിട്ടിട്ട് പൊക്കോളും. നമ്മൾ വിളിക്കാന്ന് തൽക്കാലം വീട്ടുകാരെ അറിയാത്തിക്കട്ടെ. പിന്നെ പിന്നെ പറഞ്ഞാ മതിയല്ലോ. ആവേശത്തിലിറങ്ങി പുറപ്പെട്ടപ്പോ ഇങ്ങനെ തിരിച്ചുപോക്കിനെ കുറിച്ച് പ്രതീക്ഷിക്കാത്തതിന്റെ നിരാശ ഉണ്ടാവും. അറിയാം, ജീവൻ നശിപ്പിച്ചതിന് എന്നെ ശപിക്കാം. എന്റെ തെറ്റ മുഴുവനും. ഇന്നലെ ഇത് കേട്ടിട്ട് അനിയത്തി ഇത് തന്നെ പറഞ്ഞ്. ഒരുപാട് സ്നേഹവും സ്വപ്നം കൊണ്ട് ജയേട്ടന് ഞാൻ സൗകര്യം തന്നിട്ടില്ല. എന്റെ മനസ്സ് മുഴുവൻ നടക്കാത്ത സ്വപ്നങ്ങളാണത്ര. അതൊക്കെ ശരിയാണെന്ന് തോന്നിയോ? എനിക്കറിയില്ല. അതെ, അറിയില്ല. ഞാൻ ഭൂമിയിലും നീ സ്വർഗത്തിലും ജീവിച്ചു. അവിടെ തെറ്റ് പറ്റിയത്. ഒട്ടേറെ ജീവ ദുരിതങ്ങളുടെ നടുവിലാണ് നമ്മൾ കഴിയുന്നത്. ഒരു ഗ്ലാസ് ചായ കുടിക്കാൻ വാച്ചഴിച്ച് പണയം വെക്കേണ്ടി വരുന്നു എന്റെ മനസ്സിൽ. എവിടാ പ്രേമം? എവിടാ സ്നേഹം? ഞാൻ അങ്ങനെ ഒരുത്തന. എന്നെപ്പോലെ ഒരുപാട് ഭർത്താക്കന്മാരുണ്ട്. സ്വന്തം പ്രശ്നങ്ങൾ ഭാര്യയും മക്കളെ അറിയിച്ച് വേദനിപ്പിക്കേണ്ടെന്ന് കരുതി പുകയുന്ന മനസ്സിന് മുകളിൽ ഒരു ചിരി വാരിത്തേച്ച് നടക്കും. നിവൃത്തിയേട് കൊണ്ടാ, മനഃപൂർവ്വമല്ല. അത് മനസ്സിലാക്കാൻ ഒരു ഭാര്യയ്ക്ക് കഴിഞ്ഞാൽ അവിടെ ആ സ്നേഹത്തിന് വിലയുണ്ടാവുന്നത്, ജീവിതത്തിന് ഭംഗിയുണ്ടാവുന്നത്. ഞാൻ നിന്റെ ഭർത്താവ് മാത്രമല്ല, മകനാണ്, ജ്യേഷ്ഠനാണ്, അനുജനാണ്, അമ്മാവനാണ്, അളിയനാണ്. അങ്ങനെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ട്. പ്രേമവിവാഹത്തിലാണ് എന്നും സ്വന്തമാക്കലും പോരാ എന്ന് തോന്നലും കൂടുതലുള്ളത്. വൈപോയെന്നറിയാം. എന്റെ തെറ്റെനിക്ക് മനസ്സിലാവുന്നുണ്ട്. വ്യക്തമായിട്ട് മനസ്സിലായോ? എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ ഇപ്പം പിരിയുന്നത്?